അച്ഛനെ കാണാൻ വന്ന് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് സുഗന്ധാഭിഷേകം ലഭിച്ചു. സെക്കൻഡുകൾ മാത്രം ഉണ്ടായിരുന്ന മുല്ലപ്പൂവിൻ്റെ ഒരു മണം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കൂടെ ഈശോയും മാതാവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം കൂടുതൽ ഉറച്ച വിശ്വാസത്തിൽ വളരാൻ അതിന് സഹായിച്ചു. അതിനുശേഷം ഞാൻ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തുടങ്ങിയെങ്കിലും അതിനിടയിൽ എനിക്ക് അയർലൻഡിലോട്ട് വേറൊരു ഓഫർ വന്നു. അതായത് വിസയ്ക്കോ ഒന്നിനോ ഒരു പണം ചിലവാക്കണ്ട, എൻ്റെ ഒരു സുഹൃത്ത് വഴി എയർ ടിക്കറ്റ് വരെ അവരെടുക്കാമെന്നുള്ള ഒരു ഓഫർ വന്നപ്പം ഞാൻ ഈശോയായിട്ട് എനിക്ക് തന്ന ഈ ഓഫർ ഞാൻ മാറ്റി വെച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അയർലൻഡിലേക്കുള്ള പേപ്പർ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതുവഴി എനിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി, പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയി, ഉടമ്പടി മൊത്തം ഉഴപ്പി 9 മാസത്തോളം ഞാൻ നാട്ടിൽ തന്നെ അതിൻ്റെ പുറകെ നടന്ന ജോലി ഇല്ലാണ്ടായിപ്പോയി. പിന്നെയും ഞാൻ ശരിയാവില്ല എന്ന് വിചാരിച്ച് ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തന്നെ തുടങ്ങി. പക്ഷേ അപ്പോഴും എനിക്ക് തടസ്സമായിരുന്നു. VFSൻ്റെ ഡേറ്റ് കിട്ടാതിരിക്കുകയും ആദ്യത്തെ പ്രാവശ്യം വിസയ്ക്ക് വെച്ചപ്പോൾ വിസ റിജക്ഷൻ വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. ഉടമ്പടി പുതുക്കാമെന്നുള്ളൊരു ബോധ്യത്തോടെ പിന്നെയും ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തിരിച്ചു വന്നു. ഇവിടെ വന്ന് അതിനു മുമ്പ് ഞാൻ VFSൻ്റെ ഡേറ്റ് എടുത്ത് VFSന് അപ്ലൈ ചെയ്ത് അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ പോയി വിസ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് രണ്ടാമതും ലഭിച്ചു. അച്ഛൻ്റെ അടുത്ത് നിന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, 47 ദിവസത്തിനുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് 17-ാം ദിവസം എൻ്റെ വിസ എനിക്ക് വന്നു. 17-ാമത്തെ ദിവസം എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം വിസ കൈവന്നതിന് അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.